നമസ്കാരം. എല്ലാ ദിവസവും രാവിലെ 7:00 പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് കിടക്കാം. ഞാൻ സിയാദ് ഇല്ലിഗൽ. ആദ്യമായിട്ട് എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു. നമ്മുടെ മാർക്കറ്റിൽ മാത്രം മാർക്കറ്റിൽ മാത്രം ഒതുങ്ങിയ ഒരു ഇടിവായിരുന്നില്ല ഇന്നലെ ഉണ്ടായിരുന്നത്. ഡോ 400 പോയിൻറ്റിൻ്റെ ഇടിവ് രേഖപ്പെടുത്തി. യുഎസിലെ ടെക്നോളജി കമ്പനീസിൽ ശക്തമായിട്ടുള്ള ഇടിവ് രേഖപ്പെടുത്തി. ജെഫ്രീസ് ആപ്പിളിനെല്ലാം തന്നെ ഡൗൺഗ്രേഡ് ചെയ്തു. ആപ്പിൾ, ആമസോൺ, മറ്റ് ചിപ്പ് നിർമ്മാണ കമ്പനീസ്, മറ്റ് IT കമ്പനീസ് എല്ലാം തന്നെ ഇടിവ് രേഖപ്പെടുത്തി. നാസ്ഡാക്ക് ഒടിഞ്ഞു, ഡോയും ഒടിഞ്ഞു. ഗിഫ്റ്റ് നിഫ്റ്റിയും ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഒരു 50 പോയിൻറ്റിൻ്റെ അടുത്തൊക്കെ ഒരു ഗ്യാപ്പ് ഡൗൺ ആണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന. ഏഷ്യൻ മാർക്കറ്റും പൊതുവേ നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്സ് ആണുള്ളത്. 25 ലക്ഷം കോടി രൂപ ഇന്ത്യൻ മാർക്കറ്റിൽ നിന്ന് വൈപ്പ് ഔട്ടായിപ്പോയി. ഓൾ ടൈം ഹൈയിൽ നിന്ന് 1500 പോയിൻറ്റിൻ്റെ ഇടിവ് നിഫ്റ്റി നടത്തി. 45 ദിവസം കൊണ്ട് ഉണ്ടാക്കിയ ഗെയിൻ 5 ദിവസം കൊണ്ട് മാറിപ്പോയി ഇന്ത്യൻ മാർക്കറ്റിൽ നിന്ന്. FIs ഇനി ഇതിനൊരു മാറ്റം വരണമെങ്കിൽ FIസിൻ്റെ ഭാഗത്തു നിന്ന് ഒരു ബൈയിങ് നടക്കുകയോ സെല്ലിങ് പ്രഷർ കുറയുകയോ ചെയ്യണം. ഇന്നലെ നമ്മൾ മാർക്കറ്റ് ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്ത് മുകളിലേക്ക് പോയി. ഓരോ റൈസിലും FIs ശക്തമായിട്ടുള്ളൊരു സെല്ലാണ് നടത്തിയത്. ഇന്നലെയും അവർ ഹ്യൂജ് സെല്ല് നടത്തിയിട്ടുണ്ട്. 8293 കോടി രൂപക്ക് അവർ സെല്ല് നടത്തി. അപ്പോൾ FIസിൻ്റെ ടോട്ടൽ സെല്ല് ഈ ഒരു പാനിക് സിറ്റുവേഷനിൽ അവരുടെ ടോട്ടൽ സെല്ല് ഏകദേശം 40,000 കോടി രൂപയിലേക്ക് അടുക്കുകയാണെന്നുള്ളതാണ്. അപ്പോൾ FIs മാസങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ ഒരു മാസം 1.5 മാസം കൊണ്ട് സെല്ല് ചെയ്യുന്നതാണ് ഏതാനും ദിവസങ്ങൾ കൊണ്ട് സെല്ല് ചെയ്തിട്ടുള്ളത്. DIs മാർക്കറ്റിനെ ശക്തമായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 13,245 കോടി രൂപയ്ക്ക് DIs ബൈ നടത്തിയിട്ടുണ്ട്. പക്ഷേ ഇതിൽ ബ്ലോക്ക് ഡീലും ഉൾപ്പെടും. അപ്പോൾ ഇതാണ് ആ ഒരു അവസ്ഥ. നമ്മുടെ മാർക്കറ്റിൽ മാത്രം നിന്നിരുന്ന ആ ഒരു ഇടിവ് അല്ലെങ്കിൽ നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്സ് ഗ്ലോബൽ മാർക്കറ്റിൽ ഒന്നടങ്കം ഉണ്ട് എന്നുള്ളതാണ്. ഓയിൽ പ്രൈസ് ഉയർന്നിട്ടുണ്ട്. $80 പെർ ബാരൽ എന്ന നിലയിൽ ഓയിൽ പ്രൈസും ഉയർന്നിട്ടുണ്ട്. US വിക്സും ശക്തമായിട്ട് സ്പൈക്ക് ചെയ്തിട്ടുണ്ട്. അതൊക്കെ നമുക്ക് കാണാം. ആദ്യം ഗ്ലോബൽ മാർക്കറ്റിലെ ഏറ്റവും താഴെ US വിക്സ് 15% സ്പൈക്ക് ചെയ്ത് 20. അപ്പോൾ ഇന്ത്യ വിക്സിനേക്കാളും ഉയർന്ന രീതിയിൽ US വിക്സ് എത്തി നിൽക്കുന്നുണ്ട്. നാസ്ഡാക്ക് കാണാം 1.5% അടുത്തും. ഡോ 400 പോയിൻറ്റ് 1% അടുത്ത് ഇടിവ് രേഖപ്പെടുത്തി. യൂറോപ്യൻ മാർക്കറ്റിൽ എന്നാൽ ഇന്നലെ ആ ഒരു ഇടിവുണ്ടായിരുന്നില്ല. ഡാക്സ് മാത്രം 16 പോയിൻറ്റിൻ്റെ ഒരു ഇടിവ് രേഖപ്പെടുത്തി. ഡാക്സ് ജർമ്മൻ മാർക്കറ്റാണ്. മറ്റുള്ള ഫ്രാൻസും UK മാർക്കറ്റും എല്ലാം തന്നെ പോസിറ്റീവാണ് ഉണ്ടായിരുന്നത്. ഇന്ത്യ വിക്സ് ഇന്നലെ 7% സ്പൈക്ക് ചെയ്ത് 14 ഡോ ഫ്യൂച്ചർ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് ഫ്ലാറ്റാണ്. ഏഷ്യൻ മാർക്കറ്റൊക്കെ ഒരു നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്സ് ആയിട്ട് ട്രേഡിങ് തുടരുന്നുണ്ട്. US മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികൾ കാണാം. HDFC എല്ലാം തന്നെ ഇടിവിലാണ് ഉള്ളത്. ഇവിടുത്തെ ഇടിവ് അവിടെ റിഫ്ലക്റ്റ് ചെയ്തു. ഇന്ന് നമുക്ക് ഉള്ളത് ഫിൻനിഫ്റ്റിയുടെ എക്സ്പയറിയാണ്. PCR 0.54 ആണ്. മേജർ സപ്പോർട്ട് സോണായിട്ടുള്ളത് 23,000 ആണ്. 23,000 എന്ന് പറയുന്നത് 220 പോയിൻറ്റ് മാത്രം താഴെ 23,000 മേജർ സപ്പോർട്ട് സോണായിട്ട് നിൽക്കുന്നുണ്ട്. ഇനി എങ്ങാനും അത് പൊട്ടാണെങ്കിൽ 22,500 ആണ് അടുത്ത സപ്പോർട്ട് ഉള്ളത്. റെസിസ്റ്റൻസ് ഉള്ളത് 23,500 ആണ്. 23,500 23,800 24,000 ആണ് മേജർ റെസിസ്റ്റൻസ് സോണുള്ളത്. ഇനി കുറച്ച് സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് നമുക്കൊന്ന് പോകാം. മഹാനഗർ ഗ്യാസ് കമ്പനിയാണ്. ഇവർ ഈ ഒരു ബാറ്ററി കമ്പനി ഇൻകായിട്ട് ഒരു പുതിയ ബിസിനസ് കോൺട്രാക്റ്റ് സൈൻ ചെയ്തു. ഭാരത് ഇലക്ട്രോണിക് കമ്പനിക്ക് 500 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചു. MOEL കമ്പനി ബെസ്റ്റ് അവർ സെയിൽസ് ഇവർ റിപ്പോർട്ട് ചെയ്തു. 7% ഇവരുടെ പ്രൊഡക്ഷൻ ഉയർന്നത്. HEG കമ്പനി ഇവർ ഗ്രാഫ്ടെക് എന്ന് പറയുന്ന ഒരു ഇൻ്റർനാഷണൽ കമ്പനീനെ 248 കോടി രൂപക്ക് അക്യൂർ ചെയ്തു. പുറവങ്കര കമ്പനി ഇവർ 3 ഏക്കർ ലാൻഡ് ബാംഗ്ലൂരിൽ അക്യൂർ ചെയ്തിട്ടുണ്ട്. റെസിഡൻഷ്യൽ പ്രൊജക്റ്റ് എല്ലാം തന്നെ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. റൈറ്റ്സ് കമ്പനിക്ക് പുതിയ ഓർഡർ കിട്ടി $5 മില്യൺ. ഓല ഇലക്ട്രിക് കമ്പനി ഇവർക്ക് സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അതോറിറ്റി ഒരു ഷോക്കേഴ്സ് നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. കാരണം കസ്റ്റമേഴ്സിൻ്റെ ഭാഗത്തു നിന്ന് 10,000 കംപ്ലയിൻസ് ഈ ഒരു കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അതോറിറ്റിക്ക് ലഭിച്ചിട്ടുണ്ട്. മിൻടെക് കമ്പനി ഇവർ ബോണസ് ഷെയർ അപ്രൂവ് ആയിട്ടുണ്ട്. 1:4 റേഷ്യോയിൽ ബോണസ് ഇഷ്യൂ ചെയ്യുന്നുണ്ട്. അതായത് 4 ഷെയർ ഹോൾഡ് ചെയ്യുന്ന ആളുകൾക്ക് 1 ഷെയർ എക്സ്ട്രാ. ലെമൺ ട്രീ ഹോട്ടൽ ഇവർ 54 പുതിയ റൂം ഉദയപൂറിൽ ഇവർ അക്യൂർ ചെയ്തു. ഒരു ഹോസ്പിറ്റാലിറ്റി രംഗത്തുള്ള കമ്പനിയാണ് ലെമൺ ട്രീ ഹോട്ടൽ. BPCL കമ്പനി ഇവരുടെ എഡിബിൾ ക്രൂഡ് പ്രൊഡക്ഷൻ്റെ പുതിയൊരു വെസ്റ്റ് ബംഗാളിൽ ഈ BPCLൻ്റെ സബ്സിഡിയറി കമ്പനി അക്യൂർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് പ്രൊഡക്ഷൻ കമ്പനി ആരംഭിക്കുന്നു. സോഡിയാക് എനർജി കമ്പനി 155 കോടി രൂപയുടെ ഓർഡർ കമ്പനിക്ക് ലഭിച്ചതായിട്ടാണ് ന്യൂസ്. അപ്പോൾ മാർക്കറ്റ് എല്ലാവർക്കും അറിയാവുന്ന പോലെ നെഗറ്റീവ്
സെൻറ്റിമെൻറ്റ്സിലൂടെയാണ് പോകുന്നത്. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ FISൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു ഒരു സെല്ലിനൊരു ശമനം, അത്രയാണ് നമ്മൾ ആഗ്രഹിക്കുന്നുള്ളൂ. അവരുടെ ഭാഗത്ത് നിന്ന് ബൈ വേണമെന്നില്ല, ഒരു 500 കോടിയൊക്കെ സെല്ല് ചെയ്താലും മതി. അതും നമുക്കൊരു കൺസോൾട്ടേഷൻ, അതായത് ഇപ്പം ഇന്ന് ഒരു ടേൺ അല്ല നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്, ഇടിവിനൊരു ശമനം, ഒരു കൺസോൾട്ടേഷൻ, അതുമാത്രം ആണ് ഇപ്പോൾ നിക്ഷേപകർ എക്സ്പെക്ട് ചെയ്യുന്നത്. അതുണ്ടാവട്ടെ എന്ന്, അതിലുപരി ഒരു റാലി അല്ലെങ്കിൽ ടേൺ തന്നെ ഉണ്ടാകട്ടെ എന്ന് പ്രത്യാശിക്കാം. താങ്ക് യു ഓൾ.